മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷനുകൾ ഇപ്പോൾ ആശിഷ് നേഗി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ലൈവിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകരുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ സൈനിങ് ഒക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആശിഷ് നേഗി ഒരുപാട് അപ്ഡേഷനുകൾ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏതായാലും പ്രബീർ ദാസിനെ ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FC ലോൺ അടിസ്ഥാനത്തിൽ അയച്ചതായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി സൂപ്പർ താരമായ രാഹുൽ KPയും ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഈ ഒരു ട്രാൻസ്ഫർ വിപണിയിൽ തന്നെ വേർപിരിയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ TG പുരുഷോത്തമനും അതോടൊപ്പം തന്നെ സച്ചിൻ സുരേഷുമാണ് മാധ്യമങ്ങളെ കാണാനായി എത്തുന്നത്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ ST കരോളിസ് കിംഗിസ് ഈ ഒരു സീസൺ അവസാനത്തോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങുമെന്നും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും പുതിയൊരു ഫോറിൻ പരിശീലകന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണെന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് ലൈനപ്പ് ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒഡീഷ FCയിൽ നിന്നും നരേന്ദ്ര ഗെഹ്ലോട്ടിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു നീക്കത്തിൽ അത്ര കണ്ട് പുരോഗതിയില്ല എന്നും നരേന്ദ്ര ഗെഹ്ലോട്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്ന രീതിയിലാണ് ആശിഷ് നേഗിയുടെ ലൈവിൽ അപ്ഡേഷനായി പങ്കുവെക്കുന്നത്. എന്നാൽ മറ്റൊരു സന്തോഷം നൽകുന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിലേക്ക് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ കളിക്കുന്ന ഒരു വിദേശ താരത്തെ എത്തിക്കാൻ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ആശിഷ് നേഗി ഇന്നത്തെ ലൈവിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളിൽ നിന്ന് ഒരു താരം പുറത്തേക്ക് പോകേണ്ടി വരും. എന്തെല്ലാം സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. നിലവിലൊരു DMF ആയി കളിക്കുന്ന വിദേശ താരത്തിനായി ബ്ലാസ്റ്റേഴ്സ് ചർച്ചയിലാണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് മുൻ FC ഗോവയുടെ അസിസ്റ്റന്റ് പരിശീലകനായിക്കൊണ്ട് ലൊബേറയ്ക്ക് കീഴിൽ പരിചയസമ്പത്തുള്ള സ്പാനിഷ് പരിശീലകനായ ജോസൂസ് ടാറ്റോയെ പരിഗണിക്കുന്നുണ്ടെന്ന രീതിയിലാണ് ആശിഷ് നേഗി ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും ആശിഷ് നേഗിയുടെ ഈ അപ്ഡേഷനുകളിൽ നിന്നെല്ലാം ഒരു കാര്യം ഉറപ്പാണ്. ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. കരോളിസ് ഒന്നും ഇനി ബ്ലാസ്റ്റേഴ്സിൽ തുടരില്ല. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.